കേരള പോലീസിലെ ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ടായിട്ട് 26 വർഷം സേവനമനുഷ്ഠിച്ച ആളാണ് ശ്രീ ആർ രാജേന്ദ്രൻ. സുദീർഘമായ സേവനമാണ് അദ്ദേഹം കേരള പോലീസിൽ അനുഷ്ഠിച്ചിട്ടുള്ളത്. കുറ്റകൃത്യം നടന്ന 5000 സ്ഥലങ്ങൾ സന്ദർശിച്ചു. 250 കേസുകൾ ഐഡൻറ്റിഫൈ ചെയ്തു. 300 കേസുകളിൽ കോടതിയിൽ ഹാജരായി ആവശ്യമായ തെളിവുകൾ കൊടുത്തു. അങ്ങനെ ഈ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് ഒരു സ്റ്റേജിൽ വളരെ അധികം സേവനങ്ങൾ ഈ രംഗത്ത് നൽകിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ശാസ്ത്രീയ വശത്തെക്കുറിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡിൽ അദ്ദേഹം പറഞ്ഞു, എങ്ങനെ ഈ ശാഖ വളർന്നു വന്നു, എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. 26 വർഷത്തെ സേവനത്തിനിടയിൽ വളരെ വിചിത്രമായ ഒട്ടേറെ കൊലപാതകം, വൻ കവർച്ച, മോഷണം അടക്കമുള്ള ഒട്ടേറെ കേസുകൾ തീർച്ചയായിട്ടും താങ്കൾ അന്വേഷണം നടത്തി കാണും. കൗതുകകരമായ ചില കേസുകൾ, അത്തരം ചില ഓർമ്മകൾ ജനഭൂമിയുടെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കൗതുകകരമായ 1-2 സംഭവങ്ങൾ ഞാൻ പരാമർശിക്കാം. ആദ്യമായി ഞാൻ എൻ്റെ സർവീസ് തുടങ്ങുന്ന കാലത്ത് എറണാകുളം സിറ്റി ബ്യൂറോയിലായിരുന്നു. അവിടെ ആ കാലത്ത് നിരന്തരമായി നടന്നുകൊണ്ടിരുന്നൊരു മോഷണം കാർ സ്റ്റീരിയോ തെഫ്റ്റായിരുന്നു. വിലപിടിപ്പുള്ള കാർ സ്റ്റീരിയോകൾ ദൈനംദിനം മോഷണം പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. വളരെ എളുപ്പത്തിൽ അത് ഇപ്പോഴത്തെ കാറുകളുടെ സുരക്ഷിതത്വ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഗ്ലാസ് നീക്കിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം പ്രതലങ്ങളിൽ ഞങ്ങൾക്ക് നല്ല പ്രിൻറ്റും കിട്ടുമായിരുന്നു. കാരണം കാറ് പോളിഷ്ഡ് സർഫസ് ആയതുകൊണ്ടും. അങ്ങനെ അവിടെ നിന്ന് ആദ്യമായി ഞങ്ങൾ ഒരു കുറ്റവാളിയെ കണ്ടെത്തുന്നു. അവൻ്റെ പേരിനോടൊപ്പം തന്നെ ഈ കാർ സ്റ്റീരിയോയുമായി ബന്ധപ്പെടുത്തിയ ഒരു നിക്നെയിമായിരുന്നു അയാൾക്ക് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അയാൾ തുടർച്ചയായി നടത്തിയ മോഷണങ്ങളിൽ ഏതാണ്ട് 7ഓളം കേസുകൾ ഞങ്ങൾക്ക് കിട്ടി. ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ മൊഴി കൊടുക്കും. അങ്ങനെ അതിനുശേഷം എനിക്ക് സർവീസിൽ പ്രൊമോഷനുണ്ടായി മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി പോകുന്നു. ഞാൻ ആ സ്ഥലത്തെത്തി അവിടെ കിടന്നിരുന്ന അൺഐഡൻറ്റിഫൈഡ് ചാൻസ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ സംഭവ സ്ഥലത്ത് നിന്ന് രേഖപ്പെടുത്തിയെടുത്തിയ ഫോട്ടോഗ്രാഫ്സ് എടുത്ത അടയാളങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പരിശോധിക്കുമ്പോൾ സവിശേഷമായ പെക്യൂരിയാരിറ്റികളുള്ള ഈ ആളുടെ പ്രിൻ്റ് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഓർമ്മയിൽ വളരെ പ്രത്യേകതകളുള്ള സവിശേഷമായ പെക്യൂരിയാരിറ്റീസ് ഉള്ള പ്രിൻ്റുകൾ സാധാരണ നല്ലൊരു എക്സ്പേർട്ടിൻ്റെ ഓർമ്മകളിൽ നിൽക്കും. അങ്ങനെ ആ സാധനം ഒന്ന് കൺഫേം ചെയ്യണം, വെറുതെ നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതുമായി വന്ന് എറണാകുളം ബ്യൂറോയിൽ പരിശോധിക്കുമ്പോൾ 7 കേസുകൾ എനിക്ക് കോഴിക്കോട് സിറ്റി ബ്യൂറോയിൽ കിട്ടി. അപ്പോൾ തുടർന്ന് ഈ ആക്റ്റീവായിട്ടുള്ള ക്രിമിനലിനെ സംബന്ധിച്ച ഒരു രൂപം കൊടുക്കുമ്പോൾ അവിടെ പലരും അറിയാമെന്ന് അവിടുത്തെ ക്രൈം സ്ക്വാഡുകാർ പറഞ്ഞെങ്കിലും അവനെ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ തുടർച്ചയായി ഈ സ്ലിപ്പ് ഞങ്ങൾ സൂക്ഷിച്ചു വരുന്നുണ്ട്. തുടർച്ചയായി പല കേസുകളിലും അവിടെ ഈ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ആ പ്രതിയെ അവിചാരിതമായി ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട് കോടതിയിൽ വെച്ച്. ഞാനൊരിക്കൽ സിനിമയ്ക്ക് പോകുമ്പോൾ ഇവൻ തിയേറ്ററിൽ നിന്ന് പകുതി സമയം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു അടുത്ത ദിവസം കേസുണ്ടാകുന്നുണ്ട്. അവൻ ആ തിയേറ്ററിൽ കിടന്നിരുന്ന കാറ് തന്നെ മോഷ്ടിച്ചു. ഞങ്ങളുടെ എക്സ്പേർട്ട് പോയി കണ്ടുപിടിച്ച ഒരു സംഭവമുണ്ട്. അതിനെ തുടർന്ന് എൻ്റെ ട്രാൻസ്ഫറിനോടൊപ്പം ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഇവൻ വീണ്ടും അവിടെ വന്നിരിക്കുന്നു. അവിടെയും അവനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അവസാനം കോടതിയിൽ വെച്ച് തന്നെ അയാളോട് സാറ് ഞാൻ ഒന്നിച്ചാണല്ലോ എല്ലായിടും പോകുന്നത് എന്നിങ്ങനെ ഒരു പരാമർശം നടത്തി എനിക്കൊരു അംഗീകാരം നൽകിയ ഒരു അനുഭവമുണ്ട്. അതൊന്ന്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഞാൻ വയനാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അന്ന് പുൽപ്പള്ളി സ്റ്റേഷൻ അതിർത്തിയിൽ, പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലൊരു തെഫ്റ്റ് നടന്നു. അറിയിച്ചു. ഞങ്ങൾ താഴെ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനും നായയും എല്ലാം കൂടി അവിടേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ കുരുമുളക് മോഷണമാണ് നടന്നിരിക്കുന്നത്. അന്ന് കുരുമുളകിന് ആ വർഷം ഭയങ്കര വില കൂടിയ കാലമാണ്. അപ്പോൾ ഒരു കുരുമുളക് ഗോഡൗണിലാണ് ഗംഭീര മോഷണം നടന്നിരിക്കുന്നത്. പരിശോധനയ്ക്കായി എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോളിഷ്ഡ് സർഫസ് ഒന്നുമല്ല, ഷട്ടറും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ചെന്ന് പരിശോധിക്കുമ്പോൾ ഈ കടയുടമ ഞങ്ങളോട് പറഞ്ഞ ഒരു വിചിത്രമായ കാര്യമുണ്ട്. കുരുമുളക് മോഷണത്തിന് വന്നവന് കിട്ടിയത്, കുരുമുളക് വിറ്റ് കിട്ടിയ 1 ലക്ഷം രൂപ കുരുമുളക് കൂട്ടത്തിൽ കുഴിച്ചിട്ടിരുന്നു. ഈ വാരി എടുക്കുന്ന കൂട്ടത്തിൽ അവന് കിട്ടിയത് 1 ലക്ഷം രൂപ. അവൻ പിന്നെ കുരുമുളക് എടുത്തില്ല, അവനങ്ങ് പോയി. പക്ഷേ അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തുന്നതിനായി ഈ കുറ്റവാളി ഒരു കാര്യം ചെയ്തു. തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമറിൽ വലിയ ഫ്യൂസ് കാരിയർ ഊരി താഴെ വെച്ചിട്ടാണ് ഇവൻ ഈ മോഷണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സംഭവം നടന്ന സ്ഥലത്തൊന്നും പ്രതലത്തിലൊന്നും വലിയ കാര്യമായ ഫിംഗർ പ്രിൻ്റ് കിട്ടിയില്ലെങ്കിലും ഈ ഒരു അറിവ് എന്നോട് ഒരാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 300 മീറ്റർ അപ്പുറത്തോളം ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് പോയി ഇതെടുത്ത് നോക്കുന്നു. പോർട്സ് ലൈനിൽ ഉണ്ടാക്കിയ ഫ്യൂസ് കാരിയറാണ് അതിൽ ഉപയോഗിക്കുന്നത്.
ഞാൻ അതിൻ്റെ അകവശത്ത് നിന്ന് ഈ സീക്വൻസ് എന്ന് പറയും, ഇൻഡെക്സ്, മിഡിൽ ഫിംഗർ, ഇങ്ങനെയുള്ള അടയാളങ്ങൾ കാണുന്നു. അപ്പോൾ ഞാനത് എടുക്കുകയാണെന്ന് പറഞ്ഞു. കാരണം ആർട്ടിക്കിൾ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. ആർട്ടിക്കിൾ എടുത്ത് ഞങ്ങൾ ബ്യൂറോ തിരിച്ച് കോഴിക്കോട് എത്തുന്നു. അതിനപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം സംഭവങ്ങളിൽ 3-4 ഡിജിറ്റൊക്കെ കിട്ടിയാൽ ഒരു ക്ലാസിഫിക്കേഷൻ ഇടാം. അങ്ങനെ ഒരു പ്രോബബിൾ ക്ലാസിഫിക്കേഷൻ ഇട്ട് അടുത്ത ദിവസം വീണ്ടും കേസുണ്ടായി പുൽപ്പള്ളിയിൽ. അതൊരു ആശുപത്രി നടന്ന മോഷണം. അവിടേക്ക് ഞാൻ പോയി വരുമ്പോൾ എൻ്റെ അന്നത്തെ ഇൻസ്പെക്ടറായിരുന്ന രവി സാറ് ഞാൻ തിരിച്ചു വരുമ്പോൾ കാത്തിരിക്കുക ആ കേസ് ഐഡൻറ്റിഫൈ ചെയ്തു. കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ഗംഭീരമാർക്ക് അതൊന്നും അല്ല, നീട്ട ക്ലാസിഫിക്കേഷൻ തന്നെ കിട്ടി എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ തയ്യാറുള്ള ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതൊരു അനുഭവമാണ്. മറ്റൊരു കാര്യം ചോദിച്ചിട്ട് ഇതുമായിട്ടൊന്ന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കാര്യം, അപ്പോൾ ഒരു ഫ്യൂസ് അയാൾ ഊരിയെടുത്തു. ഫ്യൂസ് നമ്മളിങ് കൊണ്ടുപോകുന്നല്ലോ, നമ്മൾ പോലീസ് കസ്റ്റഡിയിലല്ലോ. അപ്പോൾ ഈ ഫ്യൂസ് അയാൾ ഊരി വെച്ച ഫ്യൂസ് ലൈൻമാനോ അല്ലെങ്കിൽ മറ്റേ KCBയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഫ്യൂസ് ഊരി വെച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ട് എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ മുകളിൽ മറ്റൊരാളിൻ്റെ ഫിംഗർ പ്രിൻ്റ് വന്നാൽ ഈ കള്ളൻ്റെ ഫിംഗർ പ്രിൻ്റ് തിരിച്ചറിയാൻ പറ്റും. അതെ, സ്വാഭാവികമായിട്ട് ഈ ഒരു ഇതിൻ്റെ ഇതുകൊണ്ട് ആരും പിടിച്ചിരുന്നില്ല. അത്തരം പ്രിൻ്റ് വന്നാൽ ഇത് ഫ്രജൈലാണെന്ന് ഞാൻ നേരത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ അത് മാഞ്ഞു പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടോ പോലീസ് കള്ളൻ ഊരി വെച്ചത് ആണെന്നുള്ളത് കൊണ്ട് ആരോ നിർദ്ദേശം കൊടുത്തു, ഇത് എടുത്തിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിടിച്ചാൽ അത് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം വളരെ കുറച്ച് സർഫസേ ഉള്ളൂ, അകത്താണ് പ്രിൻ്റ്, ഇൻസൈഡിലാണ് പ്രിൻ്റ്. അപ്പോൾ അത് ഇവൻ പിടിക്കപ്പെടണമെന്നൊരു ദൈവനിശ്ചയം ഉണ്ടെന്ന് കരുതിയാൽ മതി. ആരും പിടിച്ചില്ല. സാധാരണഗതിയിൽ അന്വേഷണ കുതികൾ ഇത് എടുക്കാറ് പതിവുണ്ട്, അദ്ദേഹം ചോദിച്ച പോലെ. അത് നടന്നില്ല, അതുകൊണ്ട് കിട്ടി. കൊലപാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഫിംഗർ പ്രിൻറ്റിലൂടെ തെളിയിച്ച കൊലപാതകങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവെക്കാൻ? ഓർമ്മയിൽ നിൽക്കുന്നത് ഭീഭത്സമായ ഒരു കൊലപാതക രംഗമാണ് എനിക്ക്. അതായത് ആലുവ കൂട്ടക്കൊല കേസ്. ഒരു രാത്രിയിൽ 6 പേരെ ഒരു മനുഷ്യൻ കൊലപ്പെടുത്തി. രക്തം തളം കെട്ടി നിൽക്കുന്ന, രക്തം ഒരു ദിവസത്തെ പഴക്കം വന്നാൽ ഒരു ഇരുമ്പിൻ്റെ മണം വരുന്ന ഒരു സ്മെല്ലുണ്ട്. അതിലേക്ക് കയറി ചെല്ലുമ്പോൾ ഷൂവിലും ദേഹത്തും മുഴുവൻ രക്തമുണ്ട്. ബോഡി മാറ്റിയിട്ടുണ്ട്. പക്ഷേ വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ചോരക്കളം എന്ന് പറയില്ലേ, അവിടേക്കാണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. അവിടെ ഞങ്ങളുടെ ആലുവ യൂണിറ്റ് ആണെങ്കിൽ ഞങ്ങളെ കൂടെ വിളിപ്പിച്ചതാണ്. അവിടെ നിന്ന് ഞങ്ങൾ രക്തക്കറ പുരണ്ട ഒരു വിരലടയാളം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കതകിൻ്റെ കട്ടിളയുടെ അടിഭാഗത്ത് ഇൻവെർട്ടഡായിട്ട് തലതിരിഞ്ഞ രീതിയിൽ കണ്ട അടയാളമാണ്. അത് സ്വാഭാവികമായിട്ട് രക്തക്കറ പുരണ്ട അടയാളം നേരിട്ടെടുത്താൽ സാധാരണ ഗതിയിൽ ചിലപ്പം അതിൻ്റെ വിസിബിലിറ്റി കുറയും. രണ്ടും വരട്ടെ എന്ന് ഉദ്ദേശിച്ച് ഒരു ഭാഗ്യപരീക്ഷണത്തിൽ അല്പം കെമിക്കൽ അപ്ലൈ ചെയ്തപ്പോൾ അത് വളരെ വ്യക്തമായി തെളിഞ്ഞു വരികയും അത് രേഖപ്പെടുത്തുകയും ചെയ്തു. ആ അടയാളം പരിശോധിച്ചതിൽ നിന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത പ്രതിയുടേതാണ് അടയാളമെന്ന് റിപ്പോർട്ട് കൊടുക്കാൻ അന്നത്തെ അവിടുത്തെ ഇൻസ്പെക്ടറാണ് കൊടുക്കേണ്ടത്. കൺസേൺഡ് ആളുകൾ, ഗോവിന്ദപിള്ള എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മൊഴി കൊടുക്കുകയും ചെയ്തു. ആദ്യകാലത്തിൽ ഈ കേസ് CBIക്ക് റെഫർ ചെയ്തെങ്കിലും CBI ഈ കേസ് വേറൊരു ട്വിസ്റ്റ് ഉണ്ടാക്കി ഇത് മാത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റില്ലെന്ന് കോടതിയിൽ മൊഴി കൊടുക്കുകയും പിന്നീട് ഇത് മാത്രമേ ഉള്ളൂ തെളിവെന്ന് വന്നിട്ട് ഇത് മാത്രം സ്വീകരിച്ച് അവന് മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്ത ഒരു സംഭവം എൻ്റെ അനുഭവത്തിലുണ്ട്. ആ നിഷ്ഠൂരമായ കൊലപാതകത്തിൻ്റെ രംഗവും അവിടുത്തെ വിചിത്രമായ ഒരു ഗന്ധവും ഇന്നും എൻ്റെ മൂക്കിൽ നിന്ന് മാറുന്നില്ല. ഓർമ്മകളിൽ ഭീഭത്സം എന്ന് പറയാവുന്ന ആ ഒരു വികാരമാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അവനിപ്പോഴും ജയിലിൽ കിടക്കുകയാണ്, തൂക്കുകയർ കാത്തു. അപ്പോൾ ക്രൂരനായ ഒരു കുറ്റവാളിയെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്ന ഒറ്റ തെളിവിലൂടെ നമുക്ക് അവനെ പിടിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ അതിനോടൊപ്പം തന്നെ എനിക്കൊന്ന് 4-5 പേരെയാണല്ലോ ആലുവ, 6 പേരെ, ഒരു മനുഷ്യൻ 6 പേരെ നിഷ്ഠൂരമായിട്ട് വധിക്കുക. അപ്പം ഇത്തരം കുറ്റവാളികളുടെ മനസ്സ്, ഒരുപാട് കേസുകൾ താങ്കൾ അന്വേഷിച്ചിട്ടുള്ളതാണ്. ഇത്തരം കുറ്റവാളികളുടെ ഒരു ക്രിമിനൽ മൈൻഡ്, അതാണല്ലോ അവരെ പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടാകും അവനൊരു ക്രിമിനലാക്കിയതിന്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്? അന്വേഷണം നടത്താൻ സ്വാഭാവികമായിട്ടും നമ്മളുടെ അന്വേഷണത്തിൻ്റെ പരിധി ഈ അടയാളങ്ങളിൽ ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ടും, എന്നാൽ ഒരല്പം ഒരു അന്വേഷണ ബോധമുള്ളത് കൊണ്ട് അന്വേഷിച്ചതിൽ അങ്ങനെയുള്ള ഒരു വിചിത്ര സ്വഭാവി ആയിരുന്നില്ല ഇയാളെന്നും. ഇയാൾ 4 പേരോടൊപ്പം അതായത് 5 പേര് വീട്ടിൽ നിന്ന് പുറത്തു പോയിരുന്നു സിനിമ കാണാനായിട്ട്. അവർ തിരിച്ചു വരുമ്പോഴാണ് 6ാമത്തെ ആളിനെ ആദ്യം കൊലപ്പെടുത്തി. അതൊരു അല്പം മന്ദബുദ്ധിയുള്ളൊരു സ്ത്രീയായിരുന്നു. അവരെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പണമോ ഏതാണ്ട് അവരോട് ചോദിച്ചിരുന്നു വിദേശത്ത് പോകാനായിട്ട്. അത് കൊടുക്കത്തില്ലെന്നുള്ള തർക്കത്തിൻ്റെ പേരിൽ ഉണ്ടായ പ്രൊവോക്കേഷനാണ്.
അപ്പോൾ ഇത് മറച്ചു വയ്ക്കാനായിട്ട് ബാക്കി ഓരോരുത്തരെയും പതിയിരുന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. സ്വഭാവ വൈചിത്രത്തെക്കുറിച്ച് ഒരു പക്ഷേ കേസ് ഡയറിയെക്കുറിച്ച് ചോദിച്ചാലേ മനസ്സിലാകത്തില്ല. അങ്ങനെ വിചിത്രമായൊരു സ്വഭാവം ഉണ്ടായിരുന്ന ആളാണെന്ന് പറഞ്ഞറിവില്ല. എനിക്ക് നേരിട്ട് അറിയാത്തതുകൊണ്ട് അത് ആധികാരികമായിട്ട് എനിക്ക് പറയാനും കഴിയില്ല. അല്ലെ 6 പേരെയും പ്രത്യേകം കൊന്നപ്പോൾ അതിൻ്റെ ചെറുത്തുനിൽപ്പ് ഉണ്ടായില്ലേ? ഒരാൾ മാത്രമേ എതിർത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു. ഒരു ടീനേജിന് പയ്യനുണ്ടായിരുന്നു, അവൻ്റെ കയ്യിൽ വെട്ടുണ്ട്, എന്ന് വെച്ചാൽ അവൻ തടഞ്ഞിട്ടുണ്ടെന്നുള്ളതിൻ്റെ സൂചന. ഇപ്പോഴും ആ വീട് അടഞ്ഞു കിടപ്പുണ്ട്, മാഞ്ഞൂരാൻ ഹൗസ്. ഇത് പതിയിരുന്ന അയാൾ കൊല്ലുക, അത് അല്ലാതെ ഇവർക്ക് ഒന്ന് ഡിഫെൻഡ് ചെയ്യാനുള്ള ഇല്ല. അതായത് ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ ഇല്ല, പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു. അല്ല, അതുപോലെ തന്നെ മറ്റ് സമാനമായ കേസുകൾ, അത് കൊലപാതകം അല്ലെങ്കിൽ വലിയ കവർച്ച, കൊള്ള, അത്തരം എന്തെങ്കിലും ഒരു സംഭവം കൂടെ പങ്കുവയ്ക്കാമോ? അതെ, ഞാൻ നേരിട്ട് പോയതല്ലെങ്കിലും എൻ്റെ സഹപ്രവർത്തകനും ഞാൻ വളരെയധികം സ്നേഹിക്കുന്നവനായ ആലപ്പുഴയിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പേർട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിന് എന്നോട് സാധാരണഗതിയിൽ ഒരു സ്നേഹ കൂടുതലുള്ള ഇത്തരക്കാരിൽ അഭിപ്രായം ചോദിക്കാറുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊഴുവല്ലൂർ, ഈ ചെങ്ങന്നൂർ പ്രദേശത്തുണ്ടായ ഒരു സംഭവമാണ്. അതിൽ 2 പ്രായം ചെന്ന സ്ത്രീകളെ, ഒരു പുരുഷനെയും സ്ത്രീയെയും പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി. മറ്റാരുമല്ല, നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ 2 പേരാണ്. അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപയോഗിക്കാതിരുന്ന മേൽത്തട്ടിലെ മുകളിലത്തെ നിലയിലെ മേശപ്പുറത്ത് പതിഞ്ഞ കാലടയാളങ്ങളാണ് ഈ പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചത്. അവർക്കും മരണശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഞാൻ പരാമർശിച്ച അജിത്ത് ദേശീയ തലത്തിൽ ഏറ്റവും നല്ല എക്സ്പെർട്ടായിട്ട് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം പത്തനംതിട്ട വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, പലപ്പോഴും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കും, എപ്പോഴും അറസ്റ്റ് ചെയ്യുന്ന കുറ്റവാളികളെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിരപരാധിയായ ആളുകളെ ഏതെങ്കിലും കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുക, പിന്നീട് വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിലൂടെ, പ്രത്യേകിച്ച് ഫിംഗർ പ്രിൻറ്റിൻ്റെ തെളിവ് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ നിരപരാധികളാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? സന്ദർഭം ഉണ്ടായിട്ടുണ്ട്, പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ എടുത്ത് ചൂണ്ടിക്കാണിക്കാവുന്നത് റിപ്പർ ജയാനന്ദൻ്റെ ഒരു കേസാണ്. ഈ പറൂരിലൊരു കേസിൽ ഈ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന ഒരു MO ഉള്ള ആളാണ് ഈ റിപ്പർ ദയാനന്ദ്. അത്തരത്തിലൊരു സംഭവ സ്ഥലത്ത് നിന്ന് വിരലടയാളങ്ങൾ കിട്ടിയിരുന്നു. എന്നാൽ ആ അന്വേഷണത്തിൽ ഇങ്ങനെ ആളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്വാഭാവിക അന്വേഷണത്തിൽ പ്രതികളെ കണ്ടെത്തി, പ്രതികളെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോയി. പക്ഷേ പിന്നീടാണ് മാളയിലൊരു കേസിൽ ഈ റിപ്പർ ദയാനന്ദൻ എന്ന് പറയുന്ന ആൾ കുപ്രസിദ്ധനാണ്. ഇപ്പോൾ പുസ്തകമൊക്കെ എഴുതുന്നുണ്ട്, മകൾ വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ വിരലടയാളങ്ങൾ അയച്ചു കിട്ടുന്നത് പരിശോധിച്ചപ്പോൾ ഈ സ്ഥലത്ത് നടന്ന കൊലപാതക സ്ഥലത്ത് നടന്ന വിരലടയാളങ്ങൾ ദയാനന്ദൻ്റെതായിരുന്നു. അപ്പോൾ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ സ്ഥിതി ഇദ്ദേഹം പറഞ്ഞതുപോലെ ആ നിസ്സഹായാവസ്ഥ ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുമല്ലോ. യഥാർത്ഥ പ്രതി ദയാനന്ദനായിരുന്നു, അയാളുടെ MO അതായിരുന്നു, അയാളുടെ ഫിംഗർ പ്രിൻറ്റും അവിടെ നിന്ന് ട്രേസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. MO എന്ന് പറഞ്ഞാൽ മോഡസ് ഓപ്പറാണ്ടി. ഓരോ കുറ്റവാളിക്കും ഒരു 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 മോഡസ് ഓപ്പറാണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തന പദ്ധതിയുണ്ട് എല്ലാത്തിനും. അത് പണ്ട് വളരെ ഈ ഫിംഗർ പ്രിൻറ്റിനോടൊപ്പം തന്നെ പണ്ട് വളരെ വിശ്വസ്തമായി തുടർന്നു പോന്നിരുന്ന ഒരു അന്വേഷണ പദ്ധതിയുടെ ഭാഗമാണ്. ക്രൈം സ്ക്വാഡ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം പോലീസുണ്ട്. അവരന്വേഷിക്കുന്ന ആദ്യം MO ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓടിളക്കി ഇറങ്ങുന്നവൻ ഓടിളക്കി ഇറങ്ങുള്ളൂ എന്നൊരു ചിന്താഗതി. പിന്നെ ഫ്രണ്ട് വാതിൽ തുറക്കുന്നവൻ ഫ്രണ്ട് വാതിലിലൂടെ കയറുകയുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അടുക്കള വാതിൽ പൊളിച്ച് കയറുന്നവൻ അടുക്കള വാതിലിലൂടെ കയറുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം. ഇത് വെച്ച് പലപ്പോഴും ചെന്നെത്തുന്നത് യഥാർത്ഥ കുറ്റവാളികളായിരിക്കില്ല. കാരണം ഇതൊക്കെ മാറി മറിയുക. ഒന്നാമത്തെ ഒരു ഉദാഹരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. കുപ്രസിദ്ധനായ ഒരു കുറ്റവാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഒരു മണിയറ മോഷ്ടാവുന്ന, മറ്റേ പേര് ഞാൻ പറയുന്നില്ല. ഇദ്ദേഹത്തിന് ഏകദേശം 120ഓളം കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. മലബാറിലാണ്, വടക്കൻ മലബാറിലാണ്. ഒരിക്കൽ ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സംഭവ സ്ഥലം പരിശോധിക്കുന്നു. ഒരു പോസ്റ്റ് ഓഫീസ് മോഷണമാണ്. അപ്പോൾ പോസ്റ്റ് ഓഫീസ് മോഷണത്തിന് ചെല്ലുമ്പോൾ ഒരു കാലത്തും സ്വാഭാവികമായിട്ട് സാധാരണ ചെറിയ ചെറിയ മോഷണങ്ങളാണ്. പോസ്റ്റ് ഓഫീസിൽ ഒന്നും വലിയ കാര്യമൊന്നും കിട്ടത്തില്ല. അപ്പോൾ പേര് നോക്കി പരിശോധിച്ചു. അന്ന് അവിടെ കൂടെ ഞങ്ങളോടൊക്കെ സഹായമായി നിന്നിരുന്ന ഒരു ക്രൈം സ്ക്വാഡിലെ യൂസഫ് അലി എന്ന് പറയുന്ന ഒരു ASI ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഈവൻ ഇവിടെയൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു, ഒന്ന് നോക്കിയേക്കണം. പറഞ്ഞത് സത്യമായി ഒന്ന് എടുത്ത് പരിശോധിച്ചപ്പോൾ ഇയാളാണ്. അയാളുടെ MO മാറിയില്ലേ? മണിയറ മോഷ്ടാവാണ് പോസ്റ്റ് ഓഫീസ് മോഷണത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ MO റിലേ ചെയ്യാനൊക്കത്തില്ല എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ട് ചിലപ്പോൾ MO കിട്ടാറുമുണ്ട്. ചില കള്ളന്മാർ വീടുകളിൽ കയറി ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിട്ട് പോകുന്നവരുണ്ട്. ചിലർ വിസർജനം നടത്തിയിട്ട് പോകുന്നവരുണ്ട്. ഇതൊക്കെ ചില വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്.
ചിലർ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളെടുത്ത് കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള മനോവൈകല്യങ്ങളുള്ളവരും ഈ മേഖലയിലുണ്ട്. നമ്മളവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവരുടെ പ്രവൃത്തി നടന്ന സ്ഥലങ്ങൾ അവരോടൊപ്പം അവരുടെ പിന്നാലെ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ ചില പാഠങ്ങളാണ്. ഇതൊക്കെ ചില സാഹചര്യങ്ങളിൽ കുറ്റവാളിയെ കണ്ടെത്താൻ സഹായിക്കും. ഒരു ജനയുഗം പത്രത്തിലാണെന്ന് തോന്നുന്നു, ഒരു കുറ്റവാളി, ഒരു കള്ളൻ്റെ ആത്മകഥ ഗംഭീർ കരുണാകരനുണ്ടായിരുന്നു, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ കള്ളൻ പറഞ്ഞിരിക്കുന്നത് ഒരു കാലത്ത് സ്ത്രീകൾ കിടന്നുറങ്ങുന്നിടത്ത് കയറി ചെല്ലത്തില്ല, സ്ത്രീകളെ പ്രാപിക്കാൻ ശ്രമിക്കുകയില്ലായിരുന്നു, കാരണം അത് പിടിക്കപ്പെടാൻ സാധ്യതയാകും എന്നുള്ളത് കൊണ്ട് ഒഴിവാക്കിയിരുന്നു. എന്നാൽ എൻ്റെ അനുഭവത്തിലൊരു സംഭവമുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. ഒരു കുറ്റവാളി, അവൻ്റെ എമ്മോ എന്ന് പറഞ്ഞാൽ, എമ്മോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രവൃത്തി പദ്ധതി, അത് സ്വാഭാവികമായിട്ട് കുറ്റകൃത്യം നടത്തുന്ന സ്ഥലങ്ങളിലെ സ്ത്രീകളെ അവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. ഇതിവൻ പിടിക്കാനിടയാകും. കാരണം ഇത്തരം സംഭവം വരുന്നതുകൊണ്ട് ആദ്യം ക്രൈം സ്ക്വാഡുകാർ വരാൻ അവനായിരിക്കും എന്ന് പറയും. അങ്ങനെ ഒരു കേസ് ഞങ്ങൾക്ക് എറണാകുളത്ത് വെച്ച് കിട്ടിയിട്ടുണ്ട്, ഈ എമ്മോയുടെ ബലത്തിൽ എന്ന് പറയാം. അപ്പോൾ വിചിത്രമായ സംഭവമുണ്ട്, അത് അവർക്ക് മാത്രമായിട്ടുള്ളതാണ്. അത് അവരെ പിടിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടാക്കി തരികയും ചെയ്യും. ഇപ്പോഴീ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. അപ്പം ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് വിശദമായി കുറ്റവാളികൾക്കൊരു അവയർനെസ് കൊടുക്കുന്ന സിനിമകളും വരുന്നു. ഉദാഹരണത്തിന് ദൃശ്യം സിനിമ. ആ ദൃശ്യം മോഡലിൽ പിന്നെ കൊലപാതകങ്ങൾ നടന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന കാര്യം, ഈ ഫിംഗർ പ്രിൻ്റ് കിട്ടാതിരിക്കാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങളാണ്. അപ്പം അങ്ങനെ ബോധപൂർവം വഴി തിരിച്ചുവിടാൻ, ഈ ഫിംഗർ പ്രിൻ്റ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഫിംഗർ പ്രിൻ്റ് വിദഗ്ധന്മാരുടെ വഴി തെറ്റിക്കാൻ, വഴി തിരിച്ചുവിടാൻ കഴിയുന്ന വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയ കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ട്? സ്വാഭാവികമായിട്ട് ഈ കള്ളന്മാർ തന്നെ ചെയ്യുന്നതല്ലാതെ അതിനപ്പുറത്ത് വേറെ ഏജൻസികൾ അത് ചെയ്യാറില്ല. കള്ളന്മാർ സാധാരണ ഗ്ലൗസ് ധരിക്കാറുണ്ട്, സോക്സ് ധരിക്കാറുണ്ട്, പിന്നെ ചിലർ കയ്യേലെ ഈ ഇൻഡെക്സ് ഫിംഗറിലൊക്കെ തുണി കെട്ടിക്കൊണ്ട് കയറാറുണ്ട്. അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ ഒരു കള്ളൻ, ഞാൻ വിചാരണാവധി അയാൾ പറഞ്ഞതാണ്, ഞാൻ സോക്സ് ഇട്ടാണല്ലോ സാറേ കയറി, എങ്ങനെ കിട്ടിയത്? അപ്പോൾ നീ സോക്സ് സാറ് താഴെ അഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ കയറാൻ മാത്രമേ ഇത് ഉപയോഗിക്കുകയുള്ളൂ. ആ കയറി കഴിഞ്ഞിട്ടുള്ള ഓപ്പറേഷൻസിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഹൈഡ് ചെയ്യാൻ അവർ ശ്രമിക്കാറുണ്ട്. പക്ഷേ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ പോലെ കൂടുതൽ ശാസ്ത്രീയമായി ഈ സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഇൻഡെക്സ് ഫിംഗറിലെ എടുത്ത് ഇതിലേക്ക് കൊടുക്കും, മറ്റേതിലേക്ക് മാറ്റി വെച്ച് ചെയ്ത് ശസ്ത്രക്രിയ നടത്തിയ കള്ളന്മാർ പടിഞ്ഞാറൻ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അത്തരം ഇത് ഇവിടെ നടന്നതായിട്ട് ഓർമ്മയില്ല. പിന്നെ ഫിംഗർ പ്രിൻ്റ് ഒരു കൊലക്കേസിലാണ് ഇടുക്കിയിൽ. ഫിംഗർ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ കുറ്റവാളി കയ്യിൽ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു. കൈ പൊള്ളിയപ്പോൾ ഇയാൾ എറണാകുളത്ത് ഒരു ഓടയിലേക്ക് എടുത്ത് ചാടി. അത് തന്നെ അയാളെ പിടിക്കാനിടയാക്കി. ഇത് നടന്ന സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്ര വലിയ ഈ ഫിംഗർ പ്രിൻ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കള്ളന്മാരുടെ ഒരു ഒരു ഇത് കേരളത്തിൽ ഉണ്ടായതായിട്ട് അറിവില്ല. പിന്നെ ഉണ്ടാകാം, കാരണം ലോകം ഒരുപാട് ശാസ്ത്രീയമായി വളർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഉണ്ടായിക്കൂടുന്നില്ല. അമേരിക്കയിലെ ഒരു കുറ്റവാളിയെക്കുറിച്ച് ഒരിക്കൽ ഞാൻ വായിച്ചു ഓർക്കുന്നു. എത്രമാത്രം ശാസ്ത്രീയമാണ്, എത്രമാത്രം വസ്തുതാപരമാണെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഈ ഫിംഗർ പ്രിൻ്റ് അയാളെ ഒരിക്കലും മാച്ച് ചെയ്ത് വരുന്നില്ല. അവസാനം അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കണ്ടെത്തിയത് കാലിലെ സ്കിൻ എടുത്ത് കയ്യിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു. അതിന് സാധ്യതയുണ്ടോ? ഉണ്ട്, സാധ്യതയുണ്ട്. അതായത് ഈ സംഭവം നടക്കുന്നത് ജോൺ ഡെല്ലിങ്ങർ എന്ന് പറഞ്ഞ ഒരു കുറ്റവാളിയാണ് ചെയ്തിരിക്കുന്നത്. അയാളെക്കുറിച്ച് അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഒരുപാട് കുറ്റകൃത്യം ചെയ്തേച്ചാണ് ഈ പണി ചെയ്തത്. അതായത് അൺസ്ക്രൂപ്പുലസ് ഡോക്ടേഴ്സ് എന്ന് പറയുമല്ലോ, ആ ഒരു വിഭാഗത്തിൽ വരുന്ന ഏതോ ഒരു ഡോക്ടറുടെ സഹായത്തോടുകൂടി ഗ്രാഫ്റ്റ് ചെയ്ത് കയ്യാലെ ക്ലാസിഫിക്കേഷൻ എല്ലാം തെറ്റും. പക്ഷേ സൂക്ഷ്മമായി ഇയാളെ ഫിംഗർ പ്രിൻ്റ് കൊണ്ട് തന്നെ പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കാരണം നിരന്തരമായി കിട്ടുന്ന സ്ഥലങ്ങളിൽ സർജിക്കൽ വൂണ്ട് ഒരു ഇതായിട്ട് കണ്ടിന്യൂറ്റി ഇല്ലാതെ കിട്ടുന്നു. ഈ സ്കിന്നിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ പറയാനുള്ളതുണ്ട്, അത് ഞാൻ അതുകൂടെ പറയാനായിട്ട്. സ്കിന്നിൻ്റെ സ്ട്രക്ചർ ഏതാണ്ട് ഈ രീതിയിലാണ്. അപ്പോൾ സ്കിന്നിൻ്റെ എപ്പിഡെർമിസിന് താഴെ നിന്ന് വരുന്ന ഒരു ഇതിൽ നിന്നാണ് ഫിംഗർ പ്രിൻ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ എപ്പിഡെർമൽ ലെയറിൽ എന്തെങ്കിലും ഇൻസിഷനോ വൂണ്ടോ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് ട്രാൻസ്ഫോർമേഷൻ വരുള്ളൂ. അപ്പോൾ ഇത് പ്ലാന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ വഴി ഈ റിഡ്ജുകളുടെ കറക്റ്റ്നെസ്, അതായത് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അവിടെ പകരം ഒരു സ്കാറായിരിക്കും വരുന്നത്. ഈ സ്കാർ പോലും ഐഡൻറ്റിഫിക്കേഷന് ഉപകാരപ്പെടുമെന്ന് അവിടെ തെളിഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, എല്ലാ സാധ്യതകളും പരിശോധിക്കുന്ന ഒരു വിദഗ്ധനായ ഒരു എക്സ്പേർട്ടിന് ഇമാതിരി കാര്യങ്ങളിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്
എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ അവിടെ കിട്ടിയില്ല എന്ന് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ മോശമായി ഉണ്ടായിട്ട് നമ്മളിത് ശ്രമിച്ചു നോക്കാം എന്ന് കരുതുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ഈ പുതിയ തലമുറ വളരെ ശ്രദ്ധയോടുകൂടി പരിശോധിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ വന്നിരുന്ന പല ചെറുപ്പക്കാരായ ആളുകളും വളരെ വിദഗ്ധന്മാരായ എക്സ്പെർട്സുകളാണ്. നല്ല കേസുകൾ പിടിക്കുന്നുണ്ട്. മുട്ടയുടെ തോടിൽ നിന്ന് പോലും ഫിംഗർ പ്രിൻ്റ് എടുത്ത് ഐഡൻറ്റിഫൈ ചെയ്ത സംഭവങ്ങൾ എൻ്റെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരായ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുട്ട പൊട്ടിച്ച് പാകം ചെയ്ത് കഴിച്ച് പോയ കള്ളനാണ്. മുട്ടത്തോടിൽ നിന്ന് ഫിംഗർ പ്രിൻ്റ് കിട്ടും. സാധാരണ ആരും നോക്കത്തില്ല, മുട്ടത്തോടല്ലേ എന്ന് പറയും. അപ്പോൾ അങ്ങനെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും എല്ലാ സൂക്ഷ്മ അംശങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ പുതിയ തലമുറയിൽ ഉണ്ടായിട്ടുണ്ട്. അവർ വേറൊരു ഗുണം കൂടെ പറ്റി, അവർക്ക് ഏറ്റവും നല്ല ടൂൾസാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഹാൻഡിൽ ലെൻസ് ഉപയോഗിച്ച് മാനുവലായിട്ടാണ് ഇത് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് സ്പീഡിയറായിട്ട് ചെയ്യാം. അവർ നല്ല പ്രിൻ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതുകൂടാതെ പുതിയ ഡെവലപ്മെൻ്റ് അനുസരിച്ച് നാഫിസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, ശരിയാകത്തില്ല. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. ഇന്ന് കേരളത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് എത്തിയ അതിഥി തൊഴിലാളികളിൽ നിന്ന് പിടിക്കപ്പെടുന്ന മുഖ്യ കുറ്റവാളികളും ഈ നാഫിസ് വഴി ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നോബഡി ഈസ് ടു ഹോണർ അസ്. നമ്മുടേതല്ലാത്ത CCTVകളെയും നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമല്ലാത്ത കോൾ ഡാറ്റ റെക്കോർഡിലേക്കും വിളിച്ചു പറഞ്ഞാലും ഇതിനെക്കുറിച്ച് പറയാൻ ആരുമില്ല. ഞാൻ 2 എണ്ണം പറയാം. ആലുവ കൊലക്കേസ് പിടിച്ചത്, ആലുവ 5 വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പിടിച്ചത് ഫിംഗർ പ്രിൻ്റ് വെച്ചാൽ എത്ര പേർക്കറിയാം? മാന്നാറിൽ നടന്ന ഒരു വൻ മോഷണം നാഫിസ് വഴി ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ ആണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. കാരണം വ്യാപകമായി വടക്കേ ഇന്ത്യക്കാരെ കേരളത്തിലേക്ക് എത്തുകയും അതിലൊരു 40% ക്രിമിനൽസുകളായിരിക്കുകയും ചെയ്യുമ്പോൾ നാഫിസിൻ്റെ ആവിർഭാവം വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതുപോലെ കാലിൻ്റെ അടയാളങ്ങൾ എടുക്കാനായിട്ട് ദേശീയ കുറ്റാന്വേഷണ ബ്യൂറോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും കാലിൻ്റെ അടയാളങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നുണ്ട്. ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല, കേന്ദ്ര ഗവൺമെൻറ് വളരെ ഫലപ്രദമായ രീതിയിലാണ് ശാസ്ത്രീയ കുറ്റാന്വേഷണത്തിന് നോക്കിക്കാണുന്നതും അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതും. പ്രധാനമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന നാഷണൽ സെക്യൂരിറ്റിയാണ്. മുഖവും നാവും കണ്ണുകളും കള്ളം പറഞ്ഞേക്കാം, പക്ഷേ ഫിംഗർ പ്രിൻ്റ് കള്ളം പറയില്ല എന്നൊരു പറച്ചിൽ കേട്ടിട്ടുണ്ട്. ദീർഘകാലത്തെ സേവന പാരമ്പര്യമുള്ള താങ്കൾക്ക് ഇത്തരമൊരു പറച്ചിലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശാസ്ത്രത്തിനോട് വളരെയധികം നീതി പുലർത്തുന്ന ഒരു പരാമർശമാണ് അങ്ങിപ്പോൾ പറഞ്ഞത്. ഈ സംവിധാനത്തിൻ്റെ കമ്പ്യൂട്ടറൈസേഷൻ നിർവഹിച്ച കമ്പ്യൂട്ടർ മെയിൻ്റനൻസ് കോർപ്പറേഷൻ എന്നൊരു സ്ഥാപനത്തിൻ്റെ മുഖമുദ്രയായി അവർ ഉപയോഗിച്ചിരുന്ന ഒരു പോസ്റ്റർ ഞാനിതിന് നിദർശനമായി കാണിക്കുകയാണ്. അതിൽ പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പല വേഷങ്ങളിൽ പല സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള വേഷവിധാനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അയാളുടെ ഫിംഗർ പ്രിൻ്റ് മാത്രം മാറുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതൊരു ശാസ്ത്ര സത്യമാണ്. അത് ഒരുപക്ഷെ ആരുടെയും മേന്മയല്ല, ഈശ്വരൻ ഒരാളെ തിരിച്ചറിയുന്നതിന് വേണ്ടി അവൻ്റെ കൈരേഖകളിൽ ചേർത്ത ഒരു അടയാളമാണ് എന്ന് മാത്രം പറയുന്നു. കൂടാതെ എൻ്റെ ഈ മേഖലയിലെ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനുമൊക്കെ നിതാന്തമായ അനുഗ്രഹങ്ങളും പ്രോത്സാഹനവും നൽകിയ പ്രാതസ്മരണീയരായ കുറേ ആളുകളുണ്ട്. അവരുടെ പേര് പരാമർശിക്കാതിരിക്കുന്നത് ഗുരുത്വം അല്ലാതിരിക്കും. അതുകൊണ്ട് ഞാൻ അവരെ ഓർമ്മിച്ച് പറയുന്നു. ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയുടെ ദീർഘകാല ഏതാണ്ട് 26 വർഷം ഡയറക്ടറായിരുന്ന ശ്രീ കൃഷ്ണൻ നായർ സാറ്, എൻ്റെ മേലധികാരിയായിരുന്ന ശ്രീ കരുണാകരൻ നായർ സാറ്, എന്നോടൊപ്പം പ്രവർത്തിക്കുകയും എൻ്റെ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയുടെ ഡയറക്ടറായി വിരമിക്കുകയും ചെയ്ത മുഹമ്മദ് ഈസ സാറ്, എനിക്ക് പഞ്ചാബി യൂണിവേഴ്സിറ്റിയിൽ പോയി പേപ്പർ പ്രസൻറ്റേഷൻ അവസരമുണ്ടാക്കി തന്ന വക്കീലായ ശ്രീ ബാലഗോപാൽ സാറ് തുടങ്ങിയവരെയൊക്കെ സ്മരിക്കുന്നു. ഈ എപ്പിസോഡിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള എൻ്റെ അനുഭവത്തിൻ്റെ പരിമിതിയിലും അറിവിൻ്റെ പരിമിതിയിലും നിന്നുള്ള എൻ്റെ ശാസ്ത്ര വിഷയത്തെ ഞാൻ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്ര വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ ആമുഖം നൽകാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്ക് പങ്കുവച്ചു. ജനഭൂമി പ്രേക്ഷകർക്ക് വേണ്ടി ശ്രീ ആർ രാജേന്ദ്രനെ ഞാൻ നന്ദി രേഖപ്പെടുന്നു. നന്ദി, നമസ്കാരം സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.